ഡേയ്സ് ആയിട്ട് 1000 കോടി കളക്ട് ചെയ്ത് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അത്ര ഹൈപ്പ് ഉണ്ട് പുഷ്പ 2-ന്. കാരണം പുഷ്പ 1 അല്ലു അർജുനും ഫഹദ് ഫാസിലും കട്ടക്ക് അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു പടം ഭയങ്കര ഓളം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ 2 സെക്കൻഡ് പാർട്ട് പറയുമ്പോ എന്തൊരു ഹൈപ്പാണ് പടത്തിന്. 2 കാര്യങ്ങൾ ഈ പടത്തിന് ഒന്ന് ഹൈപ്പ് കുറക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് തന്നെ വേണം പറയാൻ. കാരണം ഓവർ ഹൈപ്പ് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഓവർ എക്സ്പെക്ടേഷൻ നമ്മൾ പോയി കാണും, എന്നിട്ട് ഒന്നും കിട്ടിയില്ല എന്നുള്ള ഫീലിംഗ് ഉണ്ടാക്കും. സത്യം പറഞ്ഞാല് ഈ പുഷ്പ 2-ന്റെ തന്നെ ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പൊ അതുപോലെ തന്നെ വേറൊരു സംഭവം, പുഷ്പ 1-ല് സാമന്തി ആയിരുന്നു ഐറ്റം സോങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിപൊളി ഒരു ഓ ഉണ്ടാക്കിയൊരു പാട്ടായിരുന്നു അത്. അപ്പൊ ഇതിലോട്ട് പുഷ്പ 2-ലോട്ട് ശ്രീലീലയാണ് ഐറ്റം സോങ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഡിം പടത്തിന് ഉണ്ടായിരുന്നു. അതുപോലെ ടീസറും അത്രയൊരു എല്ലാവർക്കും ഒരു സർപ്രൈസ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നില്ല. വൻ ഹൈപ്പിലൊരു പടം ഇറങ്ങി കഴിഞ്ഞാലേ അത് നമുക്ക് ഒരു കാരണവശാലും മെജോറിറ്റി വ്യൂവേഴ്സിന്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഹൈപ്പ് കുറയുന്നത് നല്ലതാണ്. ഇപ്പൊ കങ്കുവിനെ എടുത്ത് നോക്കിയ ട്രെയിലറും പോസ്റ്ററും എല്ലാം വേറെ ലെവൽ സാധനങ്ങളായിരുന്നു. എന്തൊരു എക്സ്പെക്ടേഷനിൽ ഇപ്പൊ പടം പോയി കണ്ട, പക്ഷെ പടത്തിൽ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ പുഷ്പയിലോട്ട് വരുമ്പോ സത്യം പറഞ്ഞാൽ ഈ ഒരു ഹൈപ്പ് കുറച്ച് നന്നായിട്ടുണ്ട്. പക്ഷെ ഇന്നലെ ഇറങ്ങിയ ഒഫീഷ്യൽ ട്രെയിലർ കിണ്ണം കാഴ്ചയാണെന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് നേരെ ട്രെയിലറിലോട്ട് പോയി ബാക്കി സംസാരിക്കാം. ആയോ തമ്പനിയില് കിടുവായിട്ടുണ്ട്. അല്ലു അർജുന്റെ ലുക്ക് കിടിലായിട്ടുണ്ട്. ആരാടത്? പണം ഒരു പ്രശ്നമല്ല, പവറിനെ പേടിയില്ല. അവന്റെ ഉള്ളിലെന്തോ തട്ടിയിട്ടുണ്ട്. पुष्प 2.5 अक्षर, नाम छोटा है लेकिन साउंड बहुत बड़ा. പുഷ്പ എന്നത് ഒരു പേരല്ല, പുഷ്പ ഒരു ബ്രാൻഡാ. ശ്രീവല്ലി എന്റെ ഭാര്യയാണ്. ഭർത്താവ് ഭാര്യയുടെ വാക്ക് കേട്ട എന്താ ഉണ്ടാവാന്ന് അയാൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. പാർട്ടി ഉണ്ട് പുഷ്പ, പാർട്ടി ഉണ്ട്. എനിക്ക് അർഹതപ്പെട്ട കാശ് അത് കാലണയോ അരയണയോ ആണെങ്കിലും അത് കിട്ടാൻ വേണ്ടി 7 കടലും 7 മലയും കടക്കേണ്ടി വന്നാലും അവിടെ എത്തുക എന്നുള്ളതാണ് പുഷ്പയുടെ പോളിസി. പുഷ്പ നാഷണൽ ആണെന്ന് കരുതണ്ട, ഇന്റർനാഷണൽ. ഫയർ എന്നല്ലേ? വൈൽഡ് ഫയർ. അപ്പൊ പുഷ്പ 2 ദ റൂൾ കിണ്ണം കാച്ചി ട്രെയിലർ ആയിട്ടുണ്ട്, ഒഫീഷ്യൽ ട്രെയിലർ ആയിട്ടുണ്ട്. December 5-നാണ് ഇറങ്ങാൻ പോകുന്നത്. ഭയങ്കര ലുക്കൊക്കെ മാറിയിട്ടുണ്ട്. അതായത് പുള്ളിക്കാരൻ തുടക്കത്തിലുള്ള പുഷ്പമാണ് നമ്മൾ കാണുന്നത്. പുള്ളിക്കാരൻ എങ്ങനെ ഈ ഒരു സംഭവത്തിലൂടെ കയറി ചന്ദനമര വേട്ടയും സംഭവങ്ങൾ എങ്ങനെ പിടിച്ചടക്കുന്നതാണ് കാണിക്കുന്നത്. ഇതാണ് പിടിച്ചത് റൂൾ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അത് സിനിമയുടെ പേരിലുണ്ട്, ട്രെയിലറിലും ഉണ്ട്. നാഷണൽ അല്ല ഇന്റർനാഷണൽ സംഭവമാണെന്നുള്ളൊരു ഡയലോഗ് ഇടിയൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ടാഗ് മാറ്റി ഫയർ അല്ല വൈൽഡ് ഫയർ ആയിട്ടാണ് പുഷ്പ വരുന്നത്. ടാഗ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. അല്ലു അർജുന്റെ ലുക്ക്, ആറ്റിറ്റ്യൂഡ് സംഭവങ്ങളെല്ലാം ഗംഭീരമായിട്ടുണ്ട്. അല്ലു അർജുൻ ഫസ്റ്റിലും അങ്ങനെയായിരുന്നു. നല്ലൊരു ആറ്റിറ്റ്യൂഡും നല്ലൊരു ആക്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു പുഷ്പ 1-ലും. ആ ഒരു ചെരിഞ്ഞ് നടത്തവും സ്വാഗും ഒക്കെ നല്ല ഗംഭീരമായി വന്നിട്ടുണ്ട്. അതിലും ഇരട്ടിയാണെന്നാണ് തോന്നുന്നത്. ട്രെയിലർ ഗംഭീരമുണ്ട്. ഒരുപാട് സംഭവങ്ങൾ നടക്കാനുണ്ട് സിനിമയിൽ എന്നുള്ള ഒരു പ്രതീക്ഷ ട്രെയിലർ വരുന്നുണ്ട്. ഇതുവരെ വന്ന ടീസറിനെക്കാളും ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റൈലിഷ് ലുക്കിലൊക്കെ നമ്മൾ കണ്ടു. പുഷ്പ 1-ലുള്ള ലുക്കിൽ നമ്മൾ ഈ ട്രെയിലർ കാണുന്നുണ്ട്.
അതിലാണ് പറയുന്നത് ഒരു കാലണയാണെങ്കിൽ പോലും ഞാൻ അത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നൊക്കെ പറയും. അതൊക്കെ പഴയ ലുക്കാണ്. എനിക്കൊന്ന് അവിടെ നിന്നായിരിക്കും പടം തുടങ്ങുന്നുണ്ടാവുക. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ ഒരു ഇന്റർനാഷണൽ ലെവലിൽ എത്തി എന്നുള്ള രീതിയിലായിരിക്കും സിനിമ കാണിക്കുന്നുണ്ടാവുക. എന്തായാലും അല്ലു അർജുന്റെ ആറ്റിറ്റ്യൂഡ് സ്വാഗ് ഒക്കെ കിടുവായിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ ഒരു ലുക്ക് കാണിക്കുന്നുണ്ട്, ഒരു പകുതി മുട്ടയും കുറച്ച് മുടിയുള്ള ഒരു ലുക്ക്. എനിക്ക് തോന്നുന്നു ഈ ടീസറിൽ കാണിച്ച അർദ്ധനാരീശ്വര സംഭവത്തിന്റെ എന്തോ ബാക്കിയാണോ അറിയില്ല. പല ലുക്കിലാണ് കാണുന്നത്. അർദ്ധനാരീശ്വര ലുക്ക് കണ്ടു, സ്റ്റൈലിഷ് ലുക്ക് കണ്ടു, ആദ്യത്തെ ലുക്ക് കാണുന്നുണ്ട്, ഈ പറഞ്ഞ മുട്ടയടിച്ച ഹാഫ് മുട്ടയടിച്ച ലുക്ക് കാണുന്നുണ്ട്. എന്തൊക്കെയോ സിനിമയിൽ കാണിക്കാനുണ്ട്, വരാനുണ്ട് എന്നുള്ള പ്രതീക്ഷയുണ്ട്. പിന്നെ നമ്മളെ ഫഫയുടെ ഇൻട്രോ കൊടുത്തൊക്കെ ട്രെയിലർ ഗംഭീരമായിട്ടുണ്ട്. നമുക്കറിയാം പുഷ്പ 1 ഏത് ലെവൽ വില്ലനായിരുന്നു ഫഫ എന്ന്. അപ്പൊ ആ ഒരു ലെവലിൽ പിടിച്ച് ഈ സിനിമയിലോട്ട് വരുമ്പോ അടിപൊളിയായിരിക്കും. സത്യം പറഞ്ഞ ട്രെയിലറിൽ അല്ലു അർജുൻ ഇൻട്രോ പറഞ്ഞിട്ട് കുറച്ച് കാണിച്ചു, പിന്നെ ഫഫയുടെ ഇൻട്രോ, അങ്ങനെ 2 പോർഷൻ ആയിട്ടാണ്. അപ്പൊ രണ്ടാളും പല അടിപൊളി പവർഫുൾ ആയിട്ട് തന്നെ ആയിരിക്കും ഈ സിനിമയിൽ വരാൻ പോകുന്നത്. ഫഫ നമുക്കറിയാം കൊടൂര വില്ലനായിരുന്നു ഫസ്റ്റില്. പിന്നെ രശ്മിക മന്ദാനൊക്കെ ഒരുപാട് ട്രോള് കേട്ടിട്ടുണ്ടായിരുന്നു പുഷ്പ 1. ശ്രീവള്ളി പാട്ടിൽ ഇങ്ങനെ അഭിനയിക്കാനുള്ള കാര്യമായിട്ടൊന്നും ഇല്ല എന്നുള്ള ഒരുപാട് അഭിപ്രായം രശ്മിക മന്ദാനെ കുറിച്ച് പുഷ്പ 1 ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ അങ്ങനെ അല്ല എന്നുള്ള സംഭവം നമുക്ക് ഈ ട്രെയിലറിൽ അല്ലു അർജുന്റെ ഡയലോഗ് ഒന്ന് വ്യക്തമാവുന്നുണ്ട്. അതിലും കൂടുതൽ ഒരു റോളോ പ്രസക്തി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും ഭയങ്കരമായിട്ടുള്ള ഒരു വെയിറ്റിംഗ് ഉണ്ട്. ഒഫീഷ്യൽ ട്രെയിലർ അതിന്റെ ഹൈപ്പ് ഒന്ന് ഇരട്ടിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക്. പക്ഷെ എന്തൊക്കെ സംഭവം ഉണ്ട് തോന്നുന്നു, കുറച്ച് കഥയും സംഭവങ്ങളും ഉള്ള പോലെ തന്നെയാണ് തോന്നുന്നത്. വമ്പൻ പ്രതീക്ഷയായിട്ടാണ് പുഷ്പ 2 ദ റൂൾ ഇറങ്ങാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഈ ട്രെയിലറിനെ കുറിച്ച് അഭിപ്രായം എന്തുണ്ട്? പുഷ്പ 1 അടിപൊളി ആവുമോ പുഷ്പ 2? അല്ലു അർജുൻ എങ്ങനെയുണ്ട്? നമ്മളെ ഫഫ എങ്ങനെയുണ്ട്? നിങ്ങളൊരു അല്ലു അർജുൻ ഫാൻ ആണെങ്കിലും ഫഫ ഫാൻ ആണെങ്കിലും താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ അത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പറഞ്ഞ പോലെ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കാം. മറ്റൊരു റിവ്യൂ റിയാക്ഷനോ സോഷ്യലി നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.